ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകുന്നതാണ്, വേറെ എവിടെയല്ല, കാനലമുറ്റം പള്ളിയിൽ. അവിടെ ഉറൂസും ചന്ദനക്കൂടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊടിയൂത്തൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് അന്ന് പോകാൻ പറ്റിയില്ല, തലേ ദിവസമാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഇക്കാകെ നിസ്കരിച്ചു, ബാങ്ക് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇക്കാകെ നിസ്കരിക്കാൻ പോയി, ഞാൻ നിസ്കരിക്കാൻ പോയി. ഞാൻ പിന്നെ നിസ്കരിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ചായ ഭയങ്കര കടിച്ചില്ല. ഞാൻ ഓതി, അവിടെ ഇരുന്നൊക്കെ ഓതി, പറയുന്നിടത്തൊക്കെ പോയി ഓതിയിട്ടാ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കിണറ്റിന് അങ്ങോട്ട് പോയി. കാരണം കിണറ്റ് പക്കത്ത് ഞാൻ പോയിട്ട് കുറേ വർഷമായി, കാരണം ഞാൻ വന്നിട്ട് തന്നെ കുറേ വർഷമായി ഇവിടെ. ഞാൻ ചെറുതിലേ എങ്ങാനും വന്നതാണ്. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ വന്നിട്ടുണ്ട്, കാറ് മേടിച്ചപ്പോൾ കാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവിടെ ഈ ഒരു വശത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ വന്നപ്പോൾ ഞാൻ കിണറ്റിൻ്റെ പക്കത്തേക്കാണ് പോണത്. കിണറ്റിൻ്റെ പക്കത്ത് പോകുമ്പോൾ വേറെ ഒന്നുമില്ല, കാരണം പാളയം കയറും കോരലുണ്ട് ഇവിടെ, അതൊരു വിശ്വാസമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത് കോരലെന്ന് നല്ലൊരു വിശ്വാസമാണ്. കാരണം എനിക്ക് ചെറുതിലെ ശ്വാസം മുട്ട് വന്നപ്പോൾ ഉമ്മ നേർന്ന് തന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എനിക്കൊരു വിശ്വാസമാണ് ഈ പള്ളിനോട് കേട്ടോ. എന്ത് നമ്മൾ ചോദിച്ചാൽ തന്നെ ഒരു പള്ളി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയേക്കുന്ന എടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് എനിക്ക് ഒരു പള്ളിയോട് നല്ലൊരു വിശ്വാസമുള്ളൊരു പള്ളിയാണ് ഈ പള്ളി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ തലയിട്ട് നോക്കുകയാണ്, കാരണം എത്ര ആഴുണ്ടെന്ന് നോക്കണം. പക്ഷെ നല്ല ആഴുണ്ട് കേട്ടോ ഗൈസ്, നല്ലതെന്ന് വെച്ചാൽ നല്ല ആഴുണ്ട്. കാരണം എനിക്ക് ഈ നെറ്റിട്ടുകൊണ്ട് അധികം ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. ഞാനായിട്ട് അപ്പുറത്ത് കൂടി പോയിട്ട് ഞാൻ നല്ലോണം കണ്ടിട്ടോ. അപ്പോൾ നല്ല ആഴുണ്ട്. അപ്പോൾ ചിലർ ഈ വെള്ളം വെച്ചിട്ട് മോറ് കഴുകും, അതൊക്കെ അവർക്ക് വിശ്വാസമാണ്. ചിലർ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകും, കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുപ്പിയിൽ നിറച്ചിട്ട് കൊണ്ടുപോകും വീട്ടിലേക്ക്. ഞാൻ കുപ്പിയിൽ കുറച്ച് വെള്ളം കിട്ടുന്നില്ല, കാരണം പാളയം കയറും കോരില്ലെന്ന് വെച്ചാൽ അത് നെയ്യത്ത് ആർക്കെങ്കിലും മാത്രമേ പാളയം കയറി വെച്ച് കോരാൻ പാടുള്ളൂ. അല്ലാത്തൊരു തൊട്ടി ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം കോരിയെടുക്കുന്നത്. അപ്പോൾ 2-3 തൊട്ടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ തൊട്ടി വെച്ചിട്ട് പരമാവധി ആൾക്കാർ എന്താ പറയുക കോരി തരുന്നുണ്ട്. അപ്പോൾ 2-3 ഇക്കന്മാരാണ് കോരി തരുന്നത്. അപ്പോൾ ചിലർ കടുംകൊട്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കുരുക്കൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ആ കുരുക്കൊക്കെ മാറ്റിയിട്ടൊക്കെ എടുത്തണം. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയുള്ളൂ. എന്നാലും വേണ്ടില്ല, കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു മക്ബറയിൽ കയറാനായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറി. അപ്പോൾ ഞാനും ഉമ്മയും അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു, കാരണം നല്ല വെയിലാണ്. ഞങ്ങൾ പോയ ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ സായക്ക് ഒട്ടും പറ്റുന്നുണ്ട്, സായ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാനും ഉമ്മയും പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും പോയിട്ട് അവിടെ ഇരുന്നപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇപ്പം തന്നെ ഒരു മക്ബറുണ്ട്, അവിടെ കയറി കുറച്ച് ഇരുന്ന് ഞങ്ങൾ. കാരണം നമുക്കൊരു സമാധാനമാണല്ലോ, നമ്മൾ എന്താ പറയുക, നമുക്ക് വിശ്വാസമുള്ള പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ്. എനിക്കങ്ങനെ കേട്ടാ, മറ്റുള്ളവർക്ക് ഇങ്ങനെ അറിയില്ല. എൻ്റെ ഒരു വിശ്വാസം എനിക്കതാണ്. എനിക്ക് ഈ പള്ളിയോട് അത്രയും ഒരു വിശ്വാസമുണ്ട്, അതുകൊണ്ടിട്ടാണേ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം അവിടുത്തെ നേർച്ചയുണ്ട്, പട്ട്, ചന്ദനത്തിരി, അതുപോലെ തന്നെ അരി, കുരുമുളക്, ഇതൊക്കെ അവിടുത്തെ ഒരു നേർച്ചയുണ്ട്. അപ്പോൾ അരിയും കുരുമുളകും ഞങ്ങൾക്ക് തരും. പിന്നെ അവിടെ കുറേ ഇത്തമാർ ഓതനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ കഞ്ഞി മേടിക്കാനായിട്ട് പോയിട്ടോ. കഞ്ഞി അതും ഇവിടുത്തെ ഒരു വിശ്വാസമായ ഒരു ഇതാണ് തന്നെയാണ്, ആചാരം തന്നെയാണ്. കഞ്ഞി മേടിക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. ചിലർ എല്ലാവരും എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ അത് കഞ്ഞി വെക്കുന്നതിനിടയിൽ പുകയും ഒക്കെ കൂടിയായിട്ട് അതും കഞ്ഞി ഇവിടെ വന്ന് അതും ഒരു നെയ്യത്താക്കി തന്നെയാണ് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ മുസ്ലിംമാരല്ല, ഹിന്ദുക്കളെല്ലാവരും വരും കേട്ടോ ഒരു പള്ളിയിലേക്ക്. അങ്ങനെ ഇതും കാണിക്കാത്തൊരു ഇതാണ് ഈ പള്ളി, എന്താ പറയേണ്ടതെന്ന് അറിയില്ലേ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു, കാരണം ഓരോരുത്തർ കഞ്ഞി ഉണ്ടായി വിളിക്കും ആൾക്കാരെ. അപ്പോൾ എല്ലാവരും അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പാത്രങ്ങളൊക്കെ, അപ്പോൾ ചൂട് കഞ്ഞിയല്ല, അപ്പോൾ മേത്തും കയ്യിലൊക്കെ പോകാൻ നല്ലൊരു ചാൻസുള്ള ഇതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ താഴത്തെ പള്ളിയിലായിരുന്നു ഇത്ര. നമ്മൾ മേളിലെ പള്ളിയിലേക്ക് പോണ വഴിക്ക് കടകളൊക്കെ ഉണ്ട്. എന്താണ് ശർക്കര, പിന്നെ കരിപ്പെട്ടി, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ പാത്രങ്ങൾ, പിന്നെ ഉപ്പിലിട്ടുന്ന ഭരണികൾ, ഗ്ലാസ്സുകൾ, പണ്ടത്തെ കയ്യിലുകൾ, കത്തികൾ, അങ്ങനെ പല എല്ലാ സാധനങ്ങളുണ്ട്. ഒന്നും ഇല്ലാണ്ടിരുന്നിട്ടില്ല അവിടെ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ചട്ടികൾ, ബക്കറ്റുകൾ, പിന്നെ കളിപ്പാട്ടങ്ങൾ, പിന്നെ കമ്മൽ, മാല, വള, പിന്നെ തിന്നുന്ന സാധനങ്ങൾ, പൊരി, ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒന്നും ഇല്ലാണ്ടിരുന്നിട്ടില്ല. ഞങ്ങൾ മേളിലത്തെ പള്ളിയിലേക്ക് കയറി. നമ്മൾ താഴത്തെ പള്ളിയിൽ ഇത്രയും നേരം, പിന്നെ മേളിലത്തെ പള്ളിയിലാണ് പിന്നെ കയറിപ്പോണത്. ഇനി അവിടെ നിന്ന്
അവിടെയും ഉണ്ട് കുറച്ച് ഒരു ഇതേപോലെ തന്നെ ആചാരം. നമ്മൾ ഈ ശബരിമലയിലൊക്കെ പോകുമ്പോൾ തേങ്ങയൊക്കെ ഉടയ്ക്കില്ല, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് തേങ്ങ ഉടക്കൽ കേട്ടോ. അപ്പോൾ അതും ഉണ്ട് ഇവിടെ. ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. വന്ന് ഞങ്ങൾ വരാതെ വന്ന് നെയ്ത്താക്കിയിട്ടുണ്ട്. കാരണം ഞാൻ രണ്ടാമത് പ്രസവിച്ചപ്പോൾ, ഞാൻ പ്രസവിക്കണ മുമ്പ് ഞാൻ നെയ്ത്താക്കിയതാണ്. ഇവിടെ വരും എൻ്റെ മോളായിട്ട്, ആരാണെന്നില്ല, മോളാ മോൻ ആരായിട്ടെന്നല്ല വരും എന്നുള്ളത്. അത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഇവിടെ. അപ്പം അന്ന് ഞങ്ങൾ വരാൻ ചാൻസ്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ പറയണം, നമ്മൾ ചെയ്യണമല്ലോ, നമുക്ക് അത്രയൊരു വിശ്വാസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. വന്നു കഴിഞ്ഞ് നമ്മൾ മേളിലത്തെ പള്ളി നടന്നെത്തി. ചായ ഭയങ്കര കരച്ചിലൊക്കെ. അപ്പോൾ ഇക്കാനാണ് ചായ എടുത്തും കൊണ്ട് പോകുന്നത്. വന്നു കഴിഞ്ഞാൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ ചന്ദനത്തിൽ ഇതേപോലെ കത്തിച്ച് വെക്കലുണ്ട്. അതും ഇവിടെ ഒരു ഇതാണ്. അതൊക്കെ ഓരോരുത്തർ വിശ്വാസങ്ങളാണ് കേട്ടോ. അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വിശ്വാസമാണ് നമുക്കതൊക്കെ. ചിലർക്ക് അതൊക്കെ എന്താണ് ഇതൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്കൊരു വിശ്വാസമാണ്. ഞാനും പിന്നെ 2 മക്കളെ തലയൊക്കെ വീണിട്ട് ചന്ദനത്തേക്കവിടെ കത്തിച്ചു വെച്ചാണ് ഞങ്ങൾ പള്ളിയിലേക്ക് കയറിയത്. കാരണം ചായ നല്ല കീറാപ്പായിരുന്നു ചായക്ക്. കാരണം അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിട്ട് നല്ല ചൂടായിരുന്നു, വേർത്തൊടുക്കണായിരുന്നു വയതിൽ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് കയറിയപ്പോഴത്തേന് കായം പിള്ളേർ അവിടെ ഇരുന്നു, പള്ളീൻ്റെ അടപ്പോട്ട് ഇരുന്നു. ഞാനാണെങ്കിൽ പള്ളിക്കൊന്ന് ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല, കാരണം അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമുക്കൊരു വിശ്വാസമല്ലേ. ഉള്ളിലൊന്നും കയറി ഞാൻ കാണിക്കുന്നില്ല. ഞാൻ പുറത്ത് പോയിട്ട് ആ തേങ്ങ കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ തേങ്ങ ആ ചേട്ടൻ ഇങ്ങനെ പറക്കി വെക്കണമായിരുന്നു. ഉടനെ തേങ്ങയൊക്കെ കല്ലിലോട്ട് ഉടച്ച് തേങ്ങയൊക്കെ അല്ല ആ ചേട്ടൻ പറക്കി വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ടൈം ആകുമ്പോൾ ഭയങ്കര ഇത് വാശിയായിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ, നല്ല വാശ. പിന്നെ എന്നെ വിളിക്കണേ മിന്നു തന്നെ വിളിക്കണത്, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സായാനെടുത്ത് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ സായൻ്റെ കരച്ചിൽ പറഞ്ഞിട്ട് പള്ളി ഒരേ കടയിലെ സൈഡിലൊക്കെ പോയിട്ട് അങ്ങനെ കാണിച്ചൊക്കെ സമാധാനപ്പെടുത്തുന്നതാണ് അവളെ. ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സമാധാനപ്പെടുത്തുകയാണ്. പള്ളിയിൽ ഞങ്ങൾ ഇറങ്ങിയ ശേഷം ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പൊതിച്ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വായിൽ പോകുന്ന പൊതിച്ചോറ് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അവിടെയൊക്കെ ഇരുന്ന് കഴിക്കണത് ഫുള്ള് വേസ്റ്റും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കഴിച്ചിട്ട് നമ്മൾ പുറത്ത് കുറച്ച് അങ്ങോട്ട് പോയ ശേഷം നമ്മൾ പൊതിച്ചോറ് എടുത്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിലേക്ക് പോണ ഇടയ്ക്ക് ഉമ്മാനെ അവിടെ ആക്കി, ഉമ്മാനെ എന്താണ് പറയുക ബസ് സ്റ്റോപ്പിലാക്കിയതിന് ശേഷം ഉമ്മ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനും ഇക്കായും നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോണേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വ്ലോഗാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയുക ക്ഷമിക്കുക. പിന്നെ അതുപോലെ തന്നെ വിശ്വാസം അതെല്ലാവർക്കും ഉള്ളത് തന്നെയുള്ളൂ. അതേപോലത്തെ ഉള്ളൊരു വിശ്വാസം എനിക്കും ഈ പള്ളീനോട്. അങ്ങനെ ഇനി ഞാൻ 5 വർഷം വരും കേട്ടോ തുടർച്ചയായിട്ട് ഈ പള്ളിയിൽ. നമുക്കൊരു വിശ്വാസമുള്ള 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഈ പള്ളിയിലേക്ക് വരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഉള്ള വീഡിയോകളൊക്കെ ഞാൻ ഉണ്ടാവും, ഉടനെ ഉണ്ടാകും. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കുറച്ച് കുഞ്ഞു വീഡിയോകളായിട്ട് ഇതേപോലെ ഞാൻ വരും. എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. തെറ്റാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ ബൈ.